والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരങ്ങളുടെ പ്രത്യേകതകളും പ്രാധാന്യവും ചുരുങ്ങിയ രൂപത്തിൽ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. നിസ്കാരത്തിന് അള്ളാഹുവിൻ്റെ ദീനിൽ, പരിശുദ്ധ ഇസ്ലാമിൽ എന്തുമാത്രം ശ്രേഷ്ഠതകളാണ്, പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ അനേകം തെളിവുകൾ, ധാരാളം തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും നമ്മുടെ നേതാക്കന്മാരായ സഹാബത്തിൻ്റെ അധ്യാപനങ്ങളിലും നമുക്ക് കാണാം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചൊരു മുസ്ലിം, അവന് 2 നൃത്തങ്ങളാണുള്ളത്. മൗഖിഫാനി അദീമാനി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. വളരെ മഹത്തരമായ, ഗൗരവതരമായ 2 നൃത്തങ്ങൾ. അതിൽ ഒരു നൃത്തം എന്നത് ദുനിയാവിലാണ്. ആ നൃത്തം നിസ്കാരമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഈ ഇബാദത്ത് ചെയ്യാനുള്ള നമ്മുടെ നൃത്തമാണ്. റബ്ബിൻ്റെ മുന്നിൽ നാം ഓരോരുത്തരും ചെന്ന് നിൽക്കുന്നതാണല്ലോ. രണ്ടാമത്തെ നൃത്തം എന്നത് പരലോകത്താണ്. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മൻ, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, കൈകളിൽ ഒന്നുമില്ലാതെ, വസ്ത്രമില്ലാതെ, ഒന്നുമില്ലാതെ, അങ്ങനെ മഹ്ശറിൽ, അർദുൽ മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന ആ നൃത്തം. ഇങ്ങനെ 2 നൃത്തങ്ങളാണ് സഹോദരങ്ങളെ പ്രധാനമായി ഒരടിമക്ക് ഉള്ളത്. അതിൽ ആദ്യം പറഞ്ഞ നൃത്തം അഥവാ നിസ്കാരത്തിന് വേണ്ടിയുള്ള നൃത്തം, അത് ഞാനും നിങ്ങളും ശരിയാക്കിയോ എങ്കിൽ രണ്ടാമത്തെ അഥവാ വരാനിരിക്കുന്ന നൃത്തം അത് നമുക്ക് അല്ലാഹു എളുപ്പമാക്കി തരും. ദുനിയാവിലുള്ള നമ്മുടെ നൃത്തം 5 നേരത്തെ നിസ്കാരങ്ങളിൽ അത് കൃത്യമായി അല്ലാഹു കൽപ്പിച്ചതുപോലെ നിറവേറ്റിയാൽ, നിൽക്കേണ്ടതുപോലെ നിന്നാൽ, ചെയ്യേണ്ടതുപോലെ ചെയ്താൽ പരലോകത്തെ നൃത്തം എളുപ്പമാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. തീർച്ചയായും ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ നിസ്കാരമാകുന്നു. ഫൈൻ സ്വലഹത്ത്, ആ നിസ്കാരം ശരിയായാൽ, അഥവാ നിസ്കാരത്തിൻ്റെ കാര്യം ശരിയാണെങ്കിൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അയാൾ വിജയിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. വൈൻ ഫസദത്ത്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അഥവാ നേരത്തെ സൂചിപ്പിച്ച ദുനിയാവിലെ നൃത്തത്തിൻ്റെ കാര്യത്തിൽ എങ്ങാനും ഒരാൾ പരാജിതരാണെങ്കിൽ, ഫഖദ് ഖാബ വ ഖസിറ, അവൻ തുലഞ്ഞു പോയിരിക്കുന്നു, നഷ്ടക്കാരിൽ ഉൾപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ട് നൃത്തങ്ങളിൽ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച നമ്മുടെ നൃത്തം അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി വീണ്ടും ഉണർത്തുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിരുന്നു. നിസ്കാരം കൃത്യമായി നിറവേറ്റാത്ത, നിർവഹിക്കാത്ത ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ലോകം കണ്ട ഏറ്റവും വലിയ കുഫറിൻ്റെ തലകളുടെ കൂടെയാണ്. ഫിറഔനിൻ്റെ, ഖാറൂനിൻ്റെ, ഹാമാനിൻ്റെ, ഉബയ്യ് ബിൻ ഖലഫിൻ്റെ കൂടെയാണ് അവർ. അത്തരം ആളുകൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഉഹ്ശുറുൽ ലദീന ളലമു അസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ. ഖിയാമത്ത് നാളിൽ ഒരേപോലെയുള്ള ആളുകളെ, അഥവാ ഏതൊക്കെ തിന്മകൾ, സമാനമായ തിന്മകൾ ചെയ്ത ആളുകളെയെല്ലാം ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. അഥവാ മദ്യപാനിയുടെ കൂടെ, വ്യഭിചരിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ, ആ രൂപത്തിൽ കുഫറിൻ്റെ ആളുകളുടെ കൂടെ, നിഷേധികളുടെ കൂടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് അക്രമികൾ അവരെ പോലെയുള്ള ആളുകളുടെ കൂടെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ കൽപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ നൃത്തം നമ്മുടെ ആയുസ് തീരുന്നതിന് മുന്നേ ദുനിയാവിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ രണ്ടാമത്തെ നൃത്തം എളുപ്പമാകുമെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ നൃത്തം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ നൃത്തം? ആ നൃത്തം, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. അള്ളാഹു പറഞ്ഞില്ലേ, പരലോകത്ത് അന്നേ ദിവസം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷങ്ങളുടെ ദൈർഘ്യമാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷങ്ങളുടെ ദൈർഘ്യമാണ് ആ പരലോകത്ത് ഉണ്ടാവുക. നമ്മുടെ ആയുസ് നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ എത്രയാണ് സഹോദരങ്ങളെ ഉള്ളത്? കൂടിപ്പോയാൽ എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം 60-നും 70-നും ഇടയിലാണ് പൊതുവെ ആയുസ്. ആ കാലം തന്നെ നമുക്ക് വലിയ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 50,000 വർഷങ്ങൾ ദൈർഘ്യമുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ദൈർഘ്യം? അവിടെ അമലുകൾ കൊണ്ടല്ലാതെ, കർമ്മങ്ങൾ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക ഈ പറഞ്ഞ ദുനിയാവിലെ നൃത്തമായ നിസ്കാരത്തെക്കുറിച്ചാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 60 വർഷങ്ങൾ ജീവിച്ച ഒരാളുടെ ആയുസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആയുസിൻ്റെ വലിയൊരു ശതമാനം ഉറങ്ങിത്തീർത്തിരിക്കുന്നു, അല്ലേ? ചുരുങ്ങിയത് ഒരു ദിവസം 8 മണിക്കൂർ ഒരാൾ ഉറങ്ങിയാൽ 60 വർഷം ജീവിച്ച ഒരാൾ എത്ര വർഷങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകും? അത് കഴിഞ്ഞ് സഹോദരങ്ങളെ, ബാക്കിയുള്ള സമയങ്ങളൊന്ന് എടുത്തു നോക്കൂ. പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ, അഥവാ ഒരു 15 വയസ്സ് അതിൻ്റെ മുന്നേ ഉള്ള കാലഘട്ടമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. അതിനുശേഷം ഉത്തരവാദിത്തം, ഈ പറഞ്ഞ നിർബന്ധ അവസ്ഥ വന്നതിന് ശേഷം നമ്മൾ എത്ര കാലമാണ് ജീവിച്ചിട്ടുണ്ടാവുക? അതിൽ തന്നെ ഉറങ്ങിത്തീർത്തത് എത്ര? ജോലി ചെയ്ത് അങ്ങനെ സമയങ്ങൾ പോയത് എത്ര? ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് എത്ര? സഹോദരങ്ങളെ നോക്കൂ, 50,000 വർഷങ്ങൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആയുസ് ആ ദിവസങ്ങളെ തട്ടിച്ചു നോക്കിയാൽ ഈ നൃത്തം നേരെയാക്കാൻ ഞാനും നിങ്ങളും ഓടി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഞാനും നിങ്ങളും സഹോദരങ്ങളെ ആ ഇബാദത്ത് മറന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാലെയാണല്ലോ. എങ്ങനെയാണ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, വളരെ ഗൗരവമാണ് നിസ്കാരത്തിൻ്റെ കാര്യം. എത്രത്തോളം നോക്കൂ, മുഅ്മിനീങ്ങൾ
പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം നൽകും. അല്ലാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ വിചാരണയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, യൗമുൽ ഖിയാമത്തി അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരലോകം, ഖിയാമത്ത് നാൾ, അർദുൽ മഹ്ശർ, ആ നൃത്തം കഖദ്രി മാ ബൈന അദ്ദുഹ്രി വൽ അസ്ർ, ഒരു ദുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള സമയം മാത്രമായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സമയം ലഘൂകരിച്ചു കൊടുക്കും. അവിടെയും നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെയും അല്ലാഹു നിസ്കാരത്തിൻ്റെ സമയമാണ് ഉദാഹരണം പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സമയം എളുപ്പമാക്കി നൽകുമെന്ന് പറഞ്ഞപ്പോഴും ദുഹറും അസുറുമാണ് ഉദാഹരണം പറഞ്ഞത്. നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നത് സഹോദരങ്ങളെ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളുകളാവണം. അതോടൊപ്പം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, അല്ലാഹു കൽപ്പിച്ചതുപോലെ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, നബിയെ താങ്കളുടെ കുടുംബത്തിന് താങ്കൾ നിസ്കാരം കൽപ്പിക്കുക. നമ്മൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളുകളാവുകയും എന്നിട്ട് നമ്മുടെ കുടുംബത്തിന് അത് പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. പലപ്പോഴും സഹോദരങ്ങളെ, വാപ്പ നല്ല നിസ്കരിക്കുന്ന ആളായിരിക്കും, മക്കളുടെ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? ഉമ്മ കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരിക്കും, മക്കളുടെ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? മക്കൾ കളിച്ചു മതിച്ചു വരും, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ മറക്കുകയില്ല, നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ മറന്നിട്ടുണ്ടാകും. രാത്രി ഉറക്കമൊഴിഞ്ഞ് കളിച്ചും രസിച്ചും അങ്ങനെ അർദ്ധരാത്രി വന്ന് കിടന്നുറങ്ങി സുബഹി ഖദാ ആക്കി ഉറങ്ങുന്ന മക്കളുണ്ട്. എഴുന്നേറ്റ ഉടനെ കൊണ്ടുകൊടുക്കും ചായ, എന്നിട്ട് വീണ്ടും അവൻ കളിക്കാൻ അവൻ്റെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. നമ്മൾ ചോദിക്കാറുണ്ടോ? ഗൗരവത്തിൽ താക്കീതുകൾ നൽകാറുണ്ടോ? ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നിസ്കാരത്തിൻ്റെ ഗൗരവം ബോധമില്ലാത്ത ഒരാൾ ഉണ്ടാവരുത്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, താങ്കളുടെ കുടുംബത്തിന് താങ്കൾ നിസ്കാരം കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, ആ കാര്യത്തിൽ ക്ഷമ പാലിക്കുക. ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. ക്ഷമയോടെ നിസ്കരിക്കാൻ ക്ഷമ വേണം, നിസ്കാരം പറഞ്ഞു കൊടുക്കാനും ക്ഷമ വേണം. സഹോദരങ്ങളെ, ഇന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, എല്ലാവരും ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ്. മക്കളെ വിളിച്ചൊന്ന് ഉപദേശിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾക്ക് സമയം കിട്ടാറില്ല. ഉപദേശം എന്നത് പള്ളിയിലെ മൗലവിക്കും ഉസ്താദിനും പറഞ്ഞതാണ് എന്നതുപോലെയാണ്. നേരെ കൊണ്ടുകൊടുക്കും, എന്നിട്ട് ഒന്ന് ഉപദേശിച്ചു വിടണം. യഥാർത്ഥത്തിൽ ആരാണ് ഉപദേശിക്കേണ്ടത്? നമ്മളാണ്, രക്ഷിതാക്കളാണ്, ഉമ്മയും വാപ്പയുമാണ്. ആദ്യത്തെ മദ്രസ എന്നത് വീടല്ലേ? ആ വീട്ടിൽ വെച്ച് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം, ദീനിൻ്റെ കാര്യം, മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുക, വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുക. ലുഖ്മാൻ തൻ്റെ മകന് കൊടുത്ത വസിയത്തിൽ നമുക്ക് കാണാം, ഉപദേശത്തിൽ നമുക്ക് കാണാം, മോനെ നിസ്കരിക്കുക, നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നിസ്കാരം പറഞ്ഞു കൊടുക്കുക, നിസ്കരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. അത് സഹോദരങ്ങളെ നമ്മുടെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഉപദേശിക്കുന്നവരായിരിക്കണം, പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിരിക്കണം, അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. എങ്കിലാണ് ബറക്കത്തുണ്ടാവുക. നോക്കൂ, അല്ലാഹു ആ ആയത്തിൽ പറയുന്നു, ലാ നസ്അലുക റിസ്ഖൻ, താങ്കളോട് നാം റിസ്ഖിനെ ചോദിക്കുന്നില്ല. അല്ലാഹുവിന് നമ്മിൽ നിന്നും ഒരു റിസ്ഖും ആവശ്യമില്ല. നഹ്നു നർസുഖുക, നാം ആണ് താങ്കൾക്ക് അഥവാ നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നവൻ. വൽ ആഖിബതു ലിത്തഖ്വാ, വൽ ആഖിബതു ലിത്തഖ്വാ, തഖ്വക്കാണ് ഏറ്റവും നല്ല പര്യവസാനം. ആരല്ലാഹുവിനെ സൂക്ഷിച്ചുവോ
അവർക്ക് ഏറ്റവും നല്ല പര്യവസാനം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. എപ്പോൾ കൽപ്പിക്കണം? അവർ 7 വയസ്സായി കഴിഞ്ഞാൽ, അവർക്ക് 7 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 8ാമത്തെ വയസ്സിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ നിസ്കാരം കൽപ്പിക്കണം. നിസ്കാരം കൽപ്പിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, വലിയ കുട്ടിയായിട്ടുണ്ടാകും, പ്രായപൂർത്തി കഴിഞ്ഞിട്ടുണ്ടാകും, മീശയും താടിയും മുളച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ വലിയ പെൺകുട്ടികളായിരിക്കും. പറഞ്ഞു കൊടുത്തോ, നമ്മൾ കൽപ്പിച്ചോ? പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ. പണ്ഡിതന്മാർ പറഞ്ഞു, മുറു അഥവാ കൽപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷിതാക്കളോടുള്ള കൽപ്പനയാണ്. അള്ളാഹുവോ റസൂലോ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ ആദ്യത്തെ നിയമം എന്താണ്? അത് വുജൂബാണ്, നിർബന്ധമാണ്. മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കൽ രക്ഷിതാക്കളുടെ മേൽ നിർബന്ധമാണ്. ഒരു നിർബന്ധം ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? കുറ്റക്കാരാകും. മക്കളോട് നമ്മൾ നിസ്കരിക്കാൻ കൽപ്പിച്ചില്ലെങ്കിൽ രക്ഷിതാക്കൾ അതിൻ്റെ പാപഭാരം ഏൽക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, മുറു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കുക ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട്. അവർ 7 വയസ്സായാൽ, അവർക്ക് 7 വയസ്സായാൽ കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ 10. അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ, 10 വയസ്സായാൽ അവർ നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യുക. എങ്ങനെ അടിക്കണം? മര്യാദ പഠിപ്പിക്കുന്ന രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റാണ് മോൻ ചെയ്തത്, മോള് ചെയ്തത് എന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു ശിക്ഷ. അതല്ലാതെ അടിച്ചിട്ട് രക്തം പൊടിക്കുക എന്നുള്ളതല്ല. അങ്ങനെ കൈനീട്ടി അടിക്കരുത്, അങ്ങനെ വെല്ലും ബ്രേക്കുമില്ലാതെ അടിക്കരുത്. തഅദീബിൻ്റെ ബാബിലായിരിക്കണം, അഥവാ അദബ് പഠിപ്പിക്കാൻ. അഥവാ നമ്മളിപ്പോൾ ഒരു കാര്യം എടുക്കല്ലേ എന്ന് പറഞ്ഞു, എന്നിട്ട് കുട്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? എടുക്കല്ലേ, ഇതൊരു കൈക്കൊരു തട്ട് കൊടുക്കൂലേ? അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് അത് തെറ്റാണ്. എന്നതുപോലെ നിസ്കാരം ഉപേക്ഷിച്ചു, നിസ്കരിച്ചില്ല, പറഞ്ഞിട്ടും കേട്ടില്ല, അപ്പോൾ മര്യാദ പഠിപ്പിക്കാൻ, ഒരു അടി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് അള്ളാഹു കാരുണ്യമായിക്കൊണ്ട് അയച്ചതാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിസ്കരിച്ചില്ലെങ്കിൽ 10 വയസ്സായാൽ ഒരു അടി കൊടുക്കണം. അവിടുന്ന് കുട്ടികളോട്, മക്കളോട് കാരുണ്യമുള്ള ആളാണ്. അവിടുന്ന് വെറുതെ അടി കൊടുക്കാൻ പറയുമോ? ഇല്ല, ഗൗരവം അറിയിക്കാനാണ്. നിസ്കാരത്തിൻ്റെ ഗൗരവം അതിനു മാത്രമുണ്ട് എന്നത് അറിയിക്കാനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, അള്ളാഹുവിൻ്റെ കൽപ്പന. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. എത്രയോ ആളുകളുണ്ട് സഹോദരങ്ങളെ, മക്കൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുകയില്ല. രാവിലെ സ്കൂളിലേക്ക്, കോളേജിലേക്ക് പറഞ്ഞേക്കും, വൈകുന്നേരം വന്നാലും അവിടെയുള്ള വിശേഷങ്ങൾ ചോദിക്കുക എന്നല്ലാതെ മക്കൾ നിസ്കരിച്ചോ എന്ന് അന്വേഷിക്കാറില്ല. അന്വേഷിക്കണം, അതല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി പോകും എന്ന് ഓർമ്മിക്കുക. മാത്രമല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, പഴയ കാലത്ത് ജീവിച്ച മഹാനായ ഒരു പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, മക്കളെ നന്മ പഠിപ്പിക്കാതെ അവരെ അങ്ങനെ അലംഭാവത്തോടുകൂടി വിട്ടയക്കുകയാണെങ്കിൽ അവർ നശിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും രക്ഷിതാക്കൾക്കാണ്. മാത്രമല്ല, മക്കൾ നശിക്കുന്നതിൽ വളരെ ബഹുഭൂരിപക്ഷം കാരണക്കാർ രക്ഷിതാക്കളാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം,
ചെറിയ പ്രായത്തിൽ അവർക്ക് നൽകേണ്ട ഇതുപോലെയുള്ള നല്ല ഉപദേശങ്ങൾ നൽകാതെ അവരെ പോറ്റി വളർത്തിയാൽ വലുതായാൽ അവർ സ്വന്തത്തിനോ ഈ പറഞ്ഞ രക്ഷിതാക്കൾക്കോ ഒരു ഉപകാരവും നൽകുകയില്ല. വളരെ ഗൗരവമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, അള്ളാഹു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തിയത് പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹു പുകഴ്ത്തുകയാണെന്ത്? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി. ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിസ്കാരവും സക്കാത്തും ഒക്കെ കൽപ്പിക്കാറുണ്ടായിരുന്നു. നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ഒരു നബിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും. രാത്രി എഴുന്നേറ്റ് രാത്രി നിസ്കാരം നിർവഹിക്കും. എന്നിട്ട് രാത്രിയുടെ അവസാനം അഥവാ ഫജ്റിൻ്റെ കുറച്ച് മുന്നേ ആവുമ്പോൾ കുടുംബത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹം അവരോട് പറയും, അസ്സലാത്ത അസ്സലാത്ത, നിസ്കാരം നിസ്കാരം. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യും, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്ര തവണ നമ്മുടെ കുടുംബത്തെ വിളിച്ചിട്ടുണ്ട്. നമ്മളതേ രാത്രി എഴുന്നേൽക്കണ്ടേ? എന്നിട്ടല്ലേ നമ്മൾ കുടുംബത്തെ വിളിക്കൽ? നോക്കൂ, രാത്രി നിസ്കാരം കുടുംബത്തോട് കൽപ്പിക്കുന്ന രൂപമാണ്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. രാത്രി അദ്ദേഹം നിസ്കരിച്ച് അവസാനത്തെ സമയമാകുമ്പോൾ കുടുംബത്തെ വിളിക്കും. എന്നിട്ട് അവരോട് നിസ്കാരം കൽപ്പിക്കും, ആയത്ത് പാരായണം ചെയ്തു കൊടുക്കും. ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ആ ഒരു കുടുംബം, എന്തായിരിക്കും ആ ഒരു കുടുംബ ബന്ധം, എന്തായിരിക്കും ആ കുടുംബത്തിലെ അവസ്ഥ? ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമായിരിക്കും, എന്തൊരു സന്തുഷ്ട കുടുംബമായിരിക്കും. എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം കിട്ടുക? സഹോദരങ്ങളെ, കുടുംബത്തിൽ സമാധാനം കിട്ടാൻ, വീട്ടിൽ കയറുമ്പോൾ ആശ്വാസം ലഭിക്കാൻ, ഒരു ശാന്തിയും സമാധാനമൊക്കെ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണിത്. വീട്ടിൽ അള്ളാഹുവിനെ ഓർക്കുന്നവർ, നിസ്കരിക്കുന്നവർ ഉണ്ടാവണം. റബ്ബിനുള്ള ദിക്ർ ആ വീട്ടിൽ നടക്കണം. അതുകൊണ്ടല്ലേ ഫർദ് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ഉത്തമം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണല്ലോ. എന്തുകൊണ്ടാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, വീട്ടുകാർക്ക്, ഭാര്യയ്ക്കും മക്കൾക്കും നിസ്കാരത്തോടൊക്കെ ഒരു താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ്. അവരത് കാണണം, അവർ നമ്മെ മാതൃകയാക്കണം. അപ്പം നോക്കൂ, നിസ്കാരത്തിൻ്റെ കാര്യം, സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ ഫർദിൻ്റെ കാര്യത്തിൽ അവരൊക്കെ എത്ര മഹത്തരമായിരിക്കും. എന്തായിരിക്കും അവരുടെ മനസ്സിൽ ഫർദ് നിസ്കാരത്തിൻ്റെ സ്ഥാനം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ ദർസിൽ നമ്മൾ കേട്ടിരുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെ നിസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. മുറ പോലെ നിസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. ആദ്യം സ്വന്തം കാര്യം ചോദിച്ചു. വമിൻ ദുർരിയതി, മക്കളെ മറന്നിട്ടില്ല, എൻ്റെ മക്കളെയും എൻ്റെ സന്താനങ്ങളെയും. ഇത് സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുക. ദുആഇന് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ, പ്രാർത്ഥിക്കുന്ന വേളകളിലൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഒരു പ്രാർത്ഥനയാണിത്. അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ, അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ ഖലീൽ നമുക്ക് മാതൃക കാണിച്ചത് അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. സൂറത്തു ഇബ്രാഹീമിലെ ആയത്താണ്. ഇനി സഹോദരങ്ങളെ, നിസ്കാരം എന്നത് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാവണം. കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം, അവരോടത് കൽപ്പിക്കണം. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിസ്കാരത്തിൻ്റെ സമയം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിസ്കാരം എന്നത് സമയബന്ധിതമായ നിർബന്ധ ബാധ്യതയാണ്. നിസ്കാരത്തിന് സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് നിസ്കാരത്തിന് സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടത്? ആ സമയം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി സ്വലാത ലിവഖ്തിഹാ, നിസ്കാരം നീ അതിൻ്റെ സമയത്ത് നിർവഹിക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 5 നേരത്തെ നിസ്കാരങ്ങളുടെയും സമയം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൽ ഇസ്രായിൽ നമുക്ക് കാണാം, അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അഖിമിസ് സ്വലാത, നീ നിസ്കാരം നിലനിർത്തുക. ലിദുലൂകി ശംസ്, സൂര്യൻ നീങ്ങിയാൽ. സൂര്യൻ നീങ്ങുക എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ച് നേരെ മധ്യത്തിലെത്തും. അവിടുന്ന് പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയാൽ ളുഹറിൻ്റെ സമയം ആരംഭിച്ചു. അഖിമിസ് സ്വലാത ലിദുലൂകി ശംസ്, സൂര്യൻ നീങ്ങിയാൽ നീ നിസ്കരിക്കുക. ഇലാ ഗസഖിൽ ലൈൽ, അവിടുന്ന് അങ്ങോട്ട് രാത്രി ഇരുളടയുന്നത് വരെ. അസുറും മഗ്രിബും ഇശാവും ഒക്കെ അതിൽപ്പെട്ടു. തഫ്സീറുകളിൽ നമുക്ക് കാണാം. വഖുർആനൽ ഫജ്ർ, ഫജ്റിലുള്ള ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഫജ്ർ നിസ്കാരവും നിർവഹിക്കുക, അഥവാ സുബ്ഹിയാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾക്കും ഉള്ള തെളിവാണത്. സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്ത്. ഇനി ഹദീസിൽ കാണാം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ അരികിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. വ്യത്യസ്ത സമയങ്ങളിൽ 2 തവണ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. നിസ്കാരത്തിൻ്റെ ആദ്യ വക്തും ആദ്യത്തെ സമയവും അവസാനത്തെ സമയവും അദ്ദേഹം പറഞ്ഞു കൊടുത്തതായി കാണാം. നിസ്കാരത്തിൻ്റെ സമയങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഹാദാ വഖ്തുൽ അംബിയാഇ മിൻ ഖബ്ലിക്, നബിയെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാർ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ സമയമാണിത്. വൽ വഖ്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈൻ, ഈ പറയപ്പെട്ട 2 സമയങ്ങൾക്കിടയിലാണ് നിസ്കാരത്തിൻ്റെ സമയം. അഥവാ ആദ്യത്തെ ദിവസം ളുഹ്ർ നിസ്കരിച്ചു, ഹീന സാലത്തി ശംസു, സൂര്യൻ നീങ്ങിയപ്പോൾ, നേരത്തെ പറഞ്ഞ ആ സമയം. വകാനത് ഖദ്റ ശിറാഖി, ഒരു ചെരുപ്പിൻ്റെ വാറിൻ്റെ അത്രയും നീങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം ളുഹ്ർ നിസ്കരിച്ചു. അന്ന് തന്നെ അസ്ർ നിസ്കരിച്ചു. കാന ഹീന കാന ദില്ലുഹു മിസ്ലഹു, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആയപ്പോൾ. അന്ന് മഗ്രിബ് നിസ്കരിച്ചു. ഹീന അഫ്തറ സായിം, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയം, അഥവാ സൂര്യൻ അസ്തമിച്ചപ്പോൾ. അന്ന് അസ്ർ നിസ്കരിച്ചു. ഹീന ഗാബ ശഫഖു, ആകാശത്ത് കാണുന്ന അസ്തമയ ശോഭയുണ്ട്. അശ്ശഫഖുൽ അഹ്മർ, ചുവന്ന നിറത്തിൽ അസ്തമയ ശോഭ കാണാം. അഥവാ മഗ്രിബ് കഴിഞ്ഞാൽ ആകാശത്ത് നമുക്ക് കാണാം. കുറച്ച് കഴിഞ്ഞാൽ അത് മായും. ആ ശഫഖ് മാഞ്ഞപ്പോൾ ഇശാ നിസ്കരിക്കുകയുണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം അഥവാ ഫജ്ർ നിസ്കരിച്ചു. ഹീന ഹറുമ ത്വആമു വശറാബു അല സായിം, നോമ്പുകാരന് ഭക്ഷണപാനീയങ്ങൾ ഹറാമാക്കപ്പെടുമ്പോൾ, അഥവാ ഫജ്ർ ഉദിച്ചപ്പോൾ. നിസ്കാരത്തിൻ്റെ ആദ്യത്തെ വഖ്താണിത്. ദുഹറിൻ്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് ഒരു ചെരുപ്പിൻ്റെ വാറിൻ്റെ അത്രയും, അഥവാ ഒരു ചാണോളം വരുന്ന അത്രയും തെറ്റിക്കഴിഞ്ഞാൽ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ദുഹർ നിസ്കരിക്കണം. ദുഹറിൻ്റെ സമയം ആയി, അപ്പോഴാണ് ബാങ്ക് വിളിക്കുക. അസറിൻ്റെ ആദ്യത്തെ സമയം എപ്പോഴാണ്? ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളം ആയപ്പോൾ. മഗ്രിബിൻ്റെ സമയത്തിൽ മാറ്റമില്ല. മഗ്രിബ് സൂര്യൻ അസ്തമിച്ച ഉടനെ വേഗത്തിൽ നിസ്കരിക്കണം. മഗ്രിബിന് സമയം കുറവാണ്. ഇശാഇൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജിബ്രീൽ അവിടുത്തേക്ക് ഇമാമായി നിസ്കരിച്ചപ്പോൾ ഷഫഖ് മാഞ്ഞ ഉടനെ നിസ്കരിച്ചു.
ഫലമ്മ കാനൽ ഗദ്, പിറ്റേ ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് ദുഹർ നിസ്കരിച്ചു. എപ്പോൾ? ഹീന കാന ദില്ലുഹു മിസ്ലഹു, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായപ്പോൾ, അഥവാ അത് അവസാനത്തെ സമയമാണ്. അസ്ർ ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയമാണ് രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചത്, അഥവാ അവസാനത്തെ സമയം അറിയിച്ചു. വസല്ലാ ബിയൽ അസ്റ ഹീന കാന ദില്ലുഹു മിസ്ലൈഹി, അസ്ർ നിസ്കരിച്ചത് എപ്പോഴാണ്? ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ രണ്ടിരട്ടിയായപ്പോൾ. ആദ്യത്തെ ദിവസം നിസ്കരിച്ചപ്പോഴാണ് ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായപ്പോഴാണ്. രണ്ടാമത്തെ ദിവസം അതിൻ്റെ ഇരട്ടി ആയപ്പോൾ നിസ്കരിച്ചു. അത് അവസാനത്തെ സമയത്തെ അറിയിക്കുകയാണ്. മഗ്രിബ് നിസ്കരിച്ചു രണ്ടാമത്തെ ദിവസം ഹീന അഫ്തറ സായിം, സൂര്യൻ അസ്തമിച്ചപ്പോൾ, അതിൽ മാറ്റമില്ല. ഇശാ നിസ്കരിച്ചു ഇലാ സുലുസുൽ ലൈൽ, രാത്രി 3 ആക്കി ഭാഗിച്ചാൽ അതിൻ്റെ ആദ്യത്തെ സമയം. വസല്ലാ ബിയൽ ഫജ്റ, പിറ്റേ ദിവസം ഫജ്ർ നിസ്കരിച്ചു. ഫഅസ്ഫറ, അന്തരീക്ഷം മഞ്ഞ നിറത്തിലായപ്പോൾ, അഥവാ സുബ്ഹ് തീരാൻ പോകുന്ന സമയത്ത്, ഉദിക്കുന്നതിൻ്റെ കുറച്ചു മുന്നേ നമ്മൾ നോക്കിയാൽ ഒരു മഞ്ഞ നിറം കാണാം മൊത്തത്തിൽ. ആ സമയത്ത് നിസ്കരിച്ചു. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, യാ മുഹമ്മദ് ഹാദാ വഖ്തുൽ അംബിയാഇ മിൻ ഖബ്ലിക്, ഇതാണ് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുടെ നിസ്കാരത്തിൻ്റെ സമയം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ നേരിട്ട് അയച്ചുകൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം, ഇതാണ് സമയം. ഇത് നമുക്ക് മാത്രമുള്ള സമയമല്ല, പിന്നെയോ നബിമാരെല്ലാവരും നിസ്കരിച്ചു പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ സമയത്തിന് പ്രാധാന്യമുണ്ട്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിന് ചില്ലറ പ്രാധാന്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം? നിസ്കാരത്തിൻ്റെ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത വത്തബഉ ശഹവാത്ത്. നല്ല ചില ആളുകളെക്കുറിച്ച്, നല്ല ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവർക്ക് ശേഷം ചില പിൻഗാമികൾ വന്നു, അവർ നിസ്കാരം ഉപേക്ഷിച്ചവരായിരുന്നു, നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞവരായിരുന്നു. വത്തബഉ ശഹവാത്ത്, എന്നിട്ട് ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്തവരാണ്. ഫസൗഫ യൽഖൗന ഗയ്യ, അവർ വഴിയെ പരലോകത്ത് നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ പതിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, നല്ല ചില ആളുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം വന്ന പിൻഗാമികളെക്കുറിച്ച് പറയുകയാണ്, അവർ നിസ്കാരം പാഴാക്കി കളഞ്ഞു. നിസ്കാരം അവർ പാഴാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർ തന്നിഷ്ടങ്ങളെ പിൻപറ്റി, ദേഹേച്ഛകളെ പിൻപറ്റുന്ന അവസ്ഥയിൽ എത്തി. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. എങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലായി അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. എന്താണ് സഹോദരങ്ങളെ നിസ്കാരത്തിൽ അശ്രദ്ധരായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ? നിസ്കാരം അശ്രദ്ധമാക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മഹാനായ സ്വഹാബി, അദ്ദേഹം പറയുകയാണ്, അല്ലദീന യുഅഖിറൂന സ്വലാത അൻ വഖ്തിഹാ, അല്ലദീന യുഅഖിറൂന സ്വലാത, അവർ നിസ്കാരത്തെ പിന്തിക്കുന്നവരാണ്. അൻ വഖ്തിഹാ, അതിൻ്റെ സമയത്തെ തൊട്ട്. കൃത്യമായി സമയത്തിന് നിസ്കരിക്കാത്ത ആളുകൾക്ക് നാശം, നരകം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ നിസ്കരിച്ചാൽ പോരാ, പിന്നെ എങ്ങനെ നിസ്കരിക്കണം? സമയത്തിന് നിസ്കരിക്കണം. പല ആളുകളും ചോദിക്കാറുള്ളതാണ്, നിസ്കരിച്ചാൽ പോരെ, സമയം കിട്ടുമ്പോൾ നിസ്കരിച്ചാൽ പോരെ? അല്ല, സമയം കിട്ടുമ്പോൾ നിസ്കരിച്ചാൽ പോരാ. നേരത്തെ നിങ്ങൾ നോക്കൂ, സൂറത്തു മറിയമിൽ ആയത്ത് കേട്ടില്ലേ? അവർക്ക് ശേഷം വന്ന പിൻഗാമികൾ നിസ്കാരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്,
എന്താണ് അള്ളാഹു അളാഉ എന്ന് പറഞ്ഞത്, പാഴാക്കി എന്ന് പറഞ്ഞത് എന്താണ്? ലം തകുൻ ഇളാഅതുഹും തർക്കഹ. അവർ പാഴാക്കി എന്ന് പറഞ്ഞാൽ നിസ്കാരം പരിപൂർണമായി ഉപേക്ഷിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ വലാകിൻ അളാഉൽ വഖ്ത്, അവർ നിസ്കാരത്തിൻ്റെ സമയം തെറ്റിച്ചു. സമയത്തിലാണ് അവർക്ക് പിഴവ് പറ്റിയത്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്? അവർ ദേഹേച്ഛയെ പിന്തുടർന്നു, എന്നിട്ട് നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് അവർ വഴിയെ പരലോകത്ത് എത്തിയാൽ ചെന്ന് പതിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ എത്ര ശ്രദ്ധിക്കണം, എത്ര കണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഉമ്മമാർ, സഹോദരിമാർ രണ്ട് നിസ്കാരവും കൂടി ഒരുമിച്ച് നിസ്കരിക്കാൻ പരമാവധി പിന്തിക്കും. പാടില്ലാത്തതാണ്. നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന ചില ഹദീസുകൾ നമുക്ക് കേൾക്കാം. അസ്ർ നിസ്കാരത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു, മിക്ക ആളുകൾക്കും സമയം തെറ്റിപ്പോകുന്ന, സമയം പാഴായി പോകുന്ന ഒരു നിസ്കാരമാണേത്? അസ്ർ നിസ്കാരം. എല്ലാവരും തിരക്കിൻ്റെ ഒരു സമയമാണ് പൊതുവെ. മൻ ഫാതതുൽ അസ്റു, ആർക്കെങ്കിലും അസ്ർ നഷ്ടപ്പെട്ടു പോയാൽ, അസ്ർ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു, അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവനിൽ നിന്നും ഊരിയെടുക്കപ്പെട്ടവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, സമ്പത്തും കുടുംബവും ഒന്നും ഇല്ലാത്ത പാപ്പരായ ഒരുവനെ പോലെയാണ് ആര്? അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയവൻ. കാരണമുണ്ടെങ്കിൽ, ശർഈയായ കാരണം, യാത്ര പോലെ, അതല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ ഒരാൾ പെട്ടുപോയി, അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. പൊതുവെ അലസമായി സമയം തെറ്റിക്കുന്ന ആളുകളുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കും. അസ്റിൻ്റെ സമയം പല ആളുകളും വിചാരിച്ചത് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നവരേ ഉണ്ട് എന്നാണ്. മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ അസ്റിൻ്റെ സമയമുണ്ട് എന്നത് തെറ്റിദ്ധാരണയാണ്. നേരത്തെ നമ്മൾ ഹദീസിൽ സമയം കേട്ടില്ലേ? അസ്റിൻ്റെ സമയം എന്നത് കുറച്ച് സമയമുള്ളൂ, പിന്നീടുള്ളത് വഖ്തുൽ ദറൂറ എന്നാണ്. ഒരാൾക്ക് പെട്ടുപോയാൽ നിസ്കരിക്കേണ്ട സമയമാണ്, അല്ലാതെ നിരുപാധികം എപ്പോഴെങ്കിലും അങ്ങനെ പോയി നിസ്കരിക്കുക എന്നുള്ളതല്ല. നിസ്കാരം എപ്പോഴും സല്ലി സ്വലാത്ത ലിവഖ്തിഹാ, ബാങ്ക് വിളിച്ചാൽ സമയമായാൽ നിസ്കരിക്കണം, സമയമായാൽ നിസ്കാരം നിർവഹിക്കണം. ഇന്ന് അൽഹംദുലില്ലാ സൗകര്യങ്ങളുണ്ട്, ബാങ്ക് കേൾക്കുന്നുണ്ട്. ഇനി ബാങ്ക് കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ മൊബൈലുകളിൽ ബാങ്ക് വിളിക്കും. സൗകര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പാഴാക്കിയാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്തു മറുപടിയാണ് പറയാനുള്ളത്? ഇത്രയും ആധുനിക സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നു. ഇനി നമുക്ക് എന്താണ് അള്ളാഹുവിനോട് ഒഴികഴിവ് പറയാനുള്ളത്? ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. നോക്കൂ, അസ്ർ പാഴാക്കി കളയുക എന്നത് വളരെ ഗൗരവമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തിൽക സലാത്തുൽ മുനാഫിഖ്, ഒരാളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുകയാണ്, അത് മുനാഫിഖിൻ്റെ നിസ്കാരമാണ്, കപടവിശ്വാസിയുടെ നിസ്കാരമാണ്. ഏത് നിസ്കാരം? യജ്ലിസു യർഖുബു ശംസ ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താനി ഖാമ ഫനഖറഹാ അർബഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ. അവൻ അങ്ങനെ ഇരിക്കും, സൂര്യൻ അസ്തമിക്കുന്നത് വരെ കാത്തുനിൽക്കും. എന്നിട്ടോ സൂര്യൻ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കാനാവുന്ന സമയത്ത് അവൻ എഴുന്നേൽക്കും. എന്നിട്ട് 4 കൊത്തു കൊത്തും. നഖറ എന്ന് പറഞ്ഞാൽ കൊത്തി എന്നാണ്. കോഴി കൊത്തുക, പക്ഷി കൊത്തുക, അതിനാണ് നഖറ എന്ന് പറയാം. കോഴി കൊത്തുന്നത് പോലെ 4 കൊത്തു കൊത്തും. ലാ യദ്കുറൂനല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ. ആ നിസ്കാരത്തിലാവട്ടെ അവൻ അള്ളാഹുവിനെ കുറച്ചു മാത്രമല്ലാതെ ഓർക്കുകയുമില്ല. സഹോദരങ്ങൾ, എത്ര സത്യമാണ്! വെറുതെ ഇരുന്ന് നേരം കൂട്ടുന്ന, കളിക്കുന്ന, മൊബൈലുകളിൽ നോക്കി സമയം കളയുന്ന ആളുകൾ നിസ്കരിക്കാൻ വൈകി 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 അവസാനം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് 4 റക്അത്ത് കുത്തി തലകുത്തി മറിയും. ആ നിസ്കാരത്തിലാവട്ടെ ദിക്ർ ചൊല്ലാൻ അവന് സാധിക്കില്ല. എവിടെ ഓർമ്മിക്കാൻ സമയം കിട്ടുക? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ സമയം കിട്ടുമോ? കാരണം ഇപ്പോൾ സൂര്യാസ്തമിക്കൂലേ, ഖളായി പോകുമല്ലോ എന്ന പേടിയിൽ തലകുത്തി മറിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ. ആ നിസ്കാരത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ്? തിൽക സ്വലാത്തുൽ മുഅ്മിൻ എന്നാണോ? മുനാഫിഖ് എന്നാണ്. നിസ്കാരം അതിൻ്റെ സമയത്തിൽ നിന്ന് തെറ്റി നിസ്കരിക്കുക എന്നത് നമ്മൾ ദേഹേച്ഛയെ പിന്തുടരാനും നിഫാഖിൽ എത്തിപ്പെടാനൊക്കെ കാരണമായി തീരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണെന്ന് നോക്കൂ നിസ്കാരത്തിൻ്റെ കാര്യം. അതുകൊണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. നിസ്കാരം എന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ അസ്ർ, അതുപോലെ ഫജ്ർ, സുബ്ഹ് നിസ്കാരം, അതുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അഥവാ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ കഷ്ടപ്പെടുന്നത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അൽഹംദുലില്ലാഹ് പരമാവധി പാലിക്കുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും ദുനിയാവിൽ ഈ പറഞ്ഞ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പരലോകമോക്ഷമാണ്, സ്വർഗമാണ്. ആ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കേവലം ആഗ്രഹങ്ങൾ കൊണ്ട് നൽകുകയില്ല. എന്തു വേണം? നമ്മളതിന് പണിയെടുക്കണം. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖമെന്നത് അവിടുത്തെ ബംഗ്ലാവോ കൊട്ടാരങ്ങളോ അവിടുത്തെ ഇണകളോ അവിടുത്തെ ഫലവർഗങ്ങളോ അവിടുത്തെ തേനിൻ്റെ പാലിൻ്റെ അതുപോലെ നല്ല ശുദ്ധജലത്തിൻ്റെ അരുവികളോ ഒന്നുമല്ല സഹോദരങ്ങളെ. പിന്നെന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖമെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ്. അള്ളാഹുവിനെ അള്ളാഹു കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നേരത്തെ പറഞ്ഞില്ലേ, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കാൻ, നിസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ നല്ല രൂപത്തിൽ പരിശ്രമിച്ചാൽ ആ നൃത്തം കൊണ്ട് പരലോകത്തെ നൃത്തം അള്ളാഹു എളുപ്പമാക്കുമെന്ന് പറഞ്ഞില്ലേ? പരലോകത്തെ നൃത്തം എളുപ്പമായാൽ ഒരു മുഅ്മിൻ അള്ളാഹു അവനെ സ്വർഗത്തിലാക്കുകയും എന്നിട്ട് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന ഖാല യഖൂലുല്ലാഹു തബാറക വ തആല തുരീദൂന ശൈഅൻ അസീദുകും. സ്വർഗ്ഗക്കാരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് വല്ലതും അധികമായി ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് നാം ഇനി വർദ്ധിപ്പിച്ചു തരേണ്ടത്? ഫയഖൂലൂൻ, സ്വർഗത്തിൽ പ്രവേശിച്ച മുഅ്മിനീങ്ങൾ പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വ തുനജ്ജിന മിനൻ നാർ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശപൂരിതമാക്കിയില്ലേ? നല്ല വെളുവെളുത്ത മുഖങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ റബ്ബേ? നീ ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തില്ലേ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും കിട്ടിയ ആളുകളാണ്. എല്ലാ സുഖങ്ങളും കിട്ടിയിട്ട് പിന്നെന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇതാണ്, ഇനി എന്താണുള്ളത്? ഇതിനേക്കാൾ ഇനി എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ മുന്നിലുള്ള മറ നീക്കും. എന്നിട്ട് അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അവിടുന്ന് പറഞ്ഞു, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അത്രയും സുഖങ്ങൾ കിട്ടിയിട്ട് ഇനി ഒന്നും വേണ്ട, ഇനി എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കണ്ടതോടുകൂടി അതിനേക്കാൾ പ്രിയങ്കരമായ, നോക്കിക്കാണാൻ ആഗ്രഹമുള്ള മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടും സ്വർഗത്തിൽ. സ്വർഗത്തിൽ മാത്രമേ അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നരകക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയിൽപ്പെട്ടതാണ് കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം കാഫിറുകളായ നിഷേധികളായ നരകക്കാർ അവരെ തൊട്ട് അള്ളാഹു അവനെ മറയിടും, അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുകയില്ല. സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഈ കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്.
അസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ മുഖത്തേക്ക്, അല്ലാഹുവിൻ്റെ വജ്ഹിലേക്ക് നോക്കുമ്പോൾ ആസ്വാദനമാണ് എന്നാണ്. അത് കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനെ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസത്തിൽ വിളിച്ചുകൊണ്ട് ആ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് സഹാബികളോട് പറഞ്ഞു, അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമറ ലാ തുളാമൂന ഫീ റുയതിഹി. നിങ്ങളിപ്പോൾ നോക്കിക്കാണുന്ന ഈ പൂർണ്ണ ചന്ദ്രനുണ്ടല്ലോ, ഇത് പോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നോക്കിക്കാണും. ലാ തുളാമൂന ഫീ റുയതിഹി, അള്ളാഹുവിനെ കാണാൻ ഒരു തടസ്സവും ഇല്ലാത്ത രൂപത്തിൽ നേർക്ക് നേരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണാം. എന്താണ് അതിന് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ. നിങ്ങൾക്ക് സാധിക്കുമോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉള്ള നിസ്കാരവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഉള്ള നിസ്കാരവും നിങ്ങൾ മറ്റൊന്നും അതിൻ്റെ കാര്യത്തിൽ നിങ്ങളെ അതിജയിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സുബ്ഹും അസ്റും, ഈ രണ്ട് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ മറ്റൊന്നും അതിജയിക്കാതെ നിങ്ങളെ പരാജയപ്പെടുത്താതിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. സുബ്ഹ് നമ്മൾ എന്താണ് പരാജയപ്പെടുത്തുക? ഉറക്കം പരാജയപ്പെടുത്തും. അസ്റോ നമ്മുടെ ജോലിയും നമ്മുടെ തിരക്കും. ഇങ്ങനെ ഇതൊന്നും പരാജയപ്പെടുത്താത്ത രൂപത്തിൽ സാധിക്കുമോ എങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണാമെന്നാണ്. സഹോദരങ്ങളെ, അത് പാഴാക്കിയാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഴാവുന്നത്? ഈ രണ്ട് നിസ്കാരങ്ങളും പാഴാക്കിയാൽ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷ ഇതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അല്ലാഹു തആല സ്വർഗത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും. എന്നാൽ ഈ പറഞ്ഞ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന കാര്യം അള്ളാഹു പറഞ്ഞത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ചിന്തയോട് കൂടി ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്നത് അത് ഉയർന്ന പദവിയാണ്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ പലപ്പോഴും സ്വർഗം ലഭിക്കണം എന്ന പ്രതീക്ഷയിൽ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്താണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കാണണം എന്ന ചിന്തയിൽ കർമ്മങ്ങൾ ചെയ്യലും അങ്ങനെ ജീവിക്കലും. വലിയ കറാമത്താണ്, അള്ളാഹു നൽകുന്ന ആദരവാണ്. അതെല്ലാവർക്കും എല്ലാ സമയത്തും ഓർമ്മയുണ്ടാവുകയില്ല. അപ്പം നിങ്ങൾ നോക്കൂ, അങ്ങനെ കിട്ടണമെങ്കിൽ നിസ്കാരമാണ് അതിന് പ്രധാനമായി കാരണം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും നമ്മെ പരാജയപ്പെടുത്താതിരിക്കട്ടെ എന്നാണ്. സഹോദരങ്ങളെ, സുബഹ നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവമാണ്. സുബഹ നിസ്കാരം എന്നത് പലപ്പോഴും മിക്ക ആളുകൾക്കും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിസ്കാരമാണ് പല കാരണങ്ങൾ കൊണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ രാത്രി ഉറക്കമളക്കുക എന്നത് ഈ കാലത്ത് പരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? ഉറങ്ങാൻ വളരെ വൈകിട്ടാണ് പലപ്പോഴും നമ്മളെല്ലാവരും ഉറങ്ങാറുള്ളത്. പഴയ കാലത്ത് അങ്ങനെയല്ല. കാരണം എന്താ? പഴയ കാലത്ത് മൊബൈലില്ല, പഴയ കാലത്ത് ഇൻ്റർനെറ്റ് ഇല്ല, പഴയ കാലത്ത് ഈ സോഷ്യൽ മീഡിയകൾ ഇത്ര വ്യാപകമെന്നല്ല ഇല്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വേഗം കിടന്നുറങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പഴയ കാലത്തെ ആളുകൾ, മുൻഗാമികൾ രാത്രി കുറേ നിന്ന് നിസ്കരിച്ചിരുന്നു. നമ്മളോ ഒരു 3 റക്അത്തൊക്കെ നിസ്കരിക്കാൻ സമയം കിട്ടിയാൽ തന്നെ വലിയ തൗഫീഖാണ്. കാരണം എന്താ?
ഉറങ്ങിപ്പോവും. വൈകിട്ടാണ് നമ്മൾ ഉറങ്ങാറുള്ളത്. വൈകി ഉറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? സുബഹിനെ അത് ബാധിക്കും. രാത്രി നിസ്കാരം പോട്ടെ, ഫർദിനെ ബാധിക്കുമെന്നാണ്. ഫർദിനെ ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ സഹോദരങ്ങളെ എന്താണ് അതുകൊണ്ടുള്ള അപകടം? എന്താണ് അതുകൊണ്ടുള്ള അപകടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഅഖിദു ശൈത്താനു അലാ ഖാഫിയതി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ. നിങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിശാച് അവൻ്റെ പിരടിയിൽ, തലയുടെ പിൻഭാഗത്ത് 3 കെട്ടിടും, 3 കെട്ട് കെട്ടും. എന്നിട്ടോ ഓരോ കെട്ട് കെട്ടുമ്പോഴും അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്, നിനക്ക് സുദീർഘമായ രാത്രിയുണ്ട്, നീ ഉറങ്ങിക്കോളൂ എന്ന് പറയും. എല്ലാ രാത്രിയും സംഭവിക്കുന്നതാണ്. എല്ലാ രാത്രിയും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മൾ കണ്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളതിൽ വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടില്ലെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫൈൻ ഇസ്തൈഖള ഫദക്കറ അല്ലാഹ ഇൻഹല്ലത് ഉഖദതുൻ. ഒരാൾ രാവിലെ എഴുന്നേറ്റു, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്തു. എങ്ങനെ അള്ളാഹുവിനെ ഓർക്കൽ? ദിക്ർ ചൊല്ലണം. എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അള്ളാഹുവിനെ ഓർത്തു. അങ്ങനെ അള്ളാഹുവിനെ ഓർത്താൽ ഇൻഹല്ലത് ഉഖദതുൻ, പിശാച് തലേന്ന് രാത്രി കെട്ടിയ 3 കെട്ടിൽ 1 പൊട്ടും, 1 അഴിയും. ഫൈൻ തവല്ലഅ ഇൻഹല്ലത് ഉഖദതുൻ. എന്നിട്ട് വുദൂ ചെയ്തു എന്ന് വിചാരിക്കുക, 2ാമത്തെ കെട്ടും അഴിയും. ഫൈൻ സല്ല, എന്നിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇൻഹല്ലത് ഉഖദതുൻ, 3ാമത്തതും പൊട്ടും. ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, അങ്ങനെ നല്ല ഉന്മേഷവാനായിക്കൊണ്ട്, നല്ല മനസ്സിൻ്റെ ഉടമയായിക്കൊണ്ട് അവന് നേരം പുലരും. ഇങ്ങനെയാണ് ഒരാളുടെ രാവിലെ പ്രഭാതം എങ്കിൽ. വഇല്ല, ഇനി ഇങ്ങനെ അല്ലെങ്കിലോ, അസ്ബഹ ഖബീഥൻ നഫ്സി കസ്ലാൻ, മോശമായ അവസ്ഥയിലായിരിക്കും, അതുപോലെ മടിയനായിരിക്കും. സഹോദരങ്ങളെ, സുബ്ഹ് ഖളാ ആയാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അന്നേ ദിവസം ഭാരമേറിയതായിരിക്കും, ഒരു ഉന്മേഷവുമില്ലാതെ വളരെ പ്രയാസത്തിലായിരിക്കും അന്നേ ദിവസം തള്ളി നീക്കേണ്ടി വരിക. മറ്റൊരു ഹദീസിൽ കാണാം, ذكر عند النبي صلى الله عليه وسلم رجل نام ليله حتى أصبح. രാത്രി ഒരാൾ ഉറങ്ങി, സുബ്ഹിയുടെ സമയം കഴിയുന്നത് വരെ അയാൾ ഉറങ്ങി. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, ذاك رجل بال الشيطان في أذنيه أو قال في أذنه. നേരം പുലർന്ന് സുബ്ഹിന് എഴുന്നേൽക്കാതെ ഉറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാതുകളിൽ, അതല്ലെങ്കിൽ അയാളുടെ കാതിൽ, ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു. നസ്അലുല്ലാഹ സലാമത വൽ ആഫിയ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹിന് ഒരാൾ കിടന്നുറങ്ങിയാൽ പിശാച് മൂത്രമൊഴിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, എന്തായിരിക്കും അവസ്ഥ? പിന്നെ എങ്ങനെയാണ് ഉന്മേഷവാനായിക്കൊണ്ട് അയാൾക്ക് ദിവസം നീങ്ങുക? പിന്നെ അത് കഴിഞ്ഞോ? അതിനേക്കാൾ ഗൗരവപ്പെട്ട മറ്റൊരു അറിയിപ്പ്, താക്കീത് ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ്, ഫജ്ർ പ്രഭാത നിസ്കാരം, സുബഹ് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന സഹാബത്തിനോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. സ്വപ്നത്തെക്കുറിച്ച് അവിടുന്ന് കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കും. അവിടുത്തെ സ്വപ്നം വഹയാണ്. അതുപോലെ സ്വഹാബികളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും. അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അവിടുത്തെ അടുക്കൽ 2 ആളുകൾ വന്നു. 2 ആളുകൾ വന്ന് അവിടുത്തെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് ചില കാഴ്ചകൾ കാണുകയുണ്ടായി. ചില കാഴ്ചകൾ, അതിലൊരു കാഴ്ച ഇങ്ങനെയാണ്. ഒരാളുടെ അടുക്കലേക്ക് എത്തി. വഇന്ന അതൈന അലാ റജുലിൻ മുൽതജിഇൻ വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബിസഖറത്തിൻ.
ആ വന്ന രണ്ടുപേർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് എന്ന് ചില റിവായത്തിൽ കാണാം. അങ്ങനെ അവർ ഒരു ഒരാളുടെ അടുക്കലേക്ക് എത്തി. അയാൾ മലർന്നു കിടക്കുകയാണ്. അയാളുടെ അടുക്കൽ മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന ആളുടെ കയ്യിൽ വലിയൊരു പാറക്കല്ലുമുണ്ട്, വലിയൊരു പാറക്കല്ല്. وَإِذَا هُوَ يَهْوِي بِالصَّخْرَةِ لِرَأْسِهِ فَيَثْلَغُ رَأْسَهُ فَيَتَدَهْدَهُ الْحَجَرُ هَا هُنَا. അങ്ങനെ ഈ തലഭാഗത്ത് നിൽക്കുന്ന ആൾ ഈ പാറക്കല്ല് മലർന്നു കിടക്കുന്ന ഈ മനുഷ്യന്റെ തലയിലേക്ക് എറിയും. അപ്പോൾ ഇയാളുടെ തല ചിന്നിച്ചിതറും. فَيَتْبَعُ الْحَجَرَ فَيَأْخُذُهُ فَلَا يَرْجِعُ إِلَيْهِ حَتَّى يَصِحَّ رَأْسُهُ كَمَا كَانَ. അങ്ങനെ ആ ചിന്നിച്ചിതറിയ പാറക്കഷ്ണം എടുക്കാൻ ഈ വ്യക്തി പോകും. എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് വീണ്ടും പഴയതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അയാളുടെ തലയിലേക്ക് എറിയും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് വീണ്ടും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറെയും ചില കാഴ്ചകൾ കണ്ടു. ഒരാൾ രക്തത്തിൻ്റെ പുഴയിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ഇത് പലിശ ഭുജിച്ച ആളായിരുന്നു, പലിശക്കാരനായിരുന്നു. പിന്നെ ഒരു മൺകുടം, മണ്ണിൻ്റെ ഒരു ചെമ്പ്, ഒരു പാത്രം, അതിൻ്റെ താഴെ തീ ഇട്ടിരിക്കുന്നു. അതിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. കുറച്ച് ആളുകൾ മുകളിലേക്ക് വരും, പിന്നെയും താഴേക്ക് പോകും. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരായിരുന്നു എന്ന് കാണാം. അങ്ങനെ പല കാഴ്ചകളും, വളരെ ഗൗരവമായ കാഴ്ചകൾ അവിടുന്ന് കാണുകയുണ്ടായി. വലിയ ഒരു ഹദീസാണ്. ആദ്യം പറഞ്ഞ ഈ കാഴ്ച, ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഈ രണ്ടുപേരും ഓരോരുത്തരെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അമ്മ റജുലുൽ അവ്വൽ, ആദ്യം കണ്ട ആ വ്യക്തി, അല്ലദി അതൈത അലൈഹി യുസ്ലഹു റഅ്സുഹു ബിൽ ഹജർ, കല്ലുകൊണ്ട് തലക്കെറിയുകയും അങ്ങനെ അത് പൊട്ടി ചിന്നിച്ചിതറുകയും ചെയ്ത മനുഷ്യൻ, അയാൾ ആരാണ്? ഫഇന്നഹു റജുലു യഅഖുദുൽ ഖുർആന ഫയർഫുദുഹു വയനാമു അനി സ്വലാത്തിൽ മക്തൂബതി. ആ വ്യക്തി ഖുർആൻ പഠിച്ച ആളാണ്. അയാൾ നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങുകയും ആ ഖുർആനിനെ ഉപേക്ഷിക്കുകയും ചെയ്ത ആളാണ്. ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് നിസ്കരിക്കാനോ നിസ്കാരത്തിൽ ഉപകാരപ്പെടുത്താനോ അയാൾ തയ്യാറായില്ല. മാത്രമല്ല ആ സമയത്ത് കിടന്നുറങ്ങും, നിസ്കരിക്കാതെ കിടന്നുറങ്ങും. അയാളുടെ തലയാണ് ചിന്നിച്ചിതറിയത്. എവിടെ വെച്ചാൽ ഖബറിലുള്ള ശിക്ഷയെക്കുറിച്ചാണ് ഹദീസിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാം. ഖബറിൽ ലഭിക്കുന്ന ശിക്ഷയാണ് ആർക്ക്? നിസ്കാരത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങിയ ആളുകൾക്ക്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എത്ര ഗൗരവമാണ് നിസ്കാരത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങുക എന്നുള്ളത്. നമ്മൾ നിസ്കാരത്തിൻ്റെ സമയത്ത് ഫജ്റിൻ്റെ അലാറം അടിയുമ്പോൾ, അതല്ലെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലയിലേക്ക് വലിച്ചു വെക്കുമ്പോൾ, ഞാനും നിങ്ങളും ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ചിന്തിക്കുക. ഒരാൾ നമ്മുടെ തലഭാഗത്ത് നിന്ന് ഒരു പാറക്കല്ലിപ്പോൾ നമ്മുടെ തലയിലേക്ക് എറിയാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? എഴുന്നേറ്റ് ഓടി വുദൂഎടുത്ത് നിസ്കരിക്കും. ഖബറിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ശിക്ഷയാണ് പറഞ്ഞത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്ര ഗൗരവമാണ്! എങ്ങനെ സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, മക്കളെ കിടത്തിയുറക്കാൻ സാധിക്കും? ഈ കിടത്തിയുറക്കിയ പുതപ്പിട്ട് കൊടുത്ത, നല്ല കുറച്ചുകൂടി സ്പീഡിൽ ഫാനിട്ട് കൊടുത്ത, AC ഒന്നുകൂടി തണുപ്പിച്ചു കൊടുത്ത ഈ മക്കളുടെ തല പൊട്ടിത്തെറിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്നാണോ ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്? അതാണോ സ്നേഹം? സ്നേഹമുണ്ടെങ്കിൽ എന്ത് വേണം? തല പൊട്ടിത്തെറിക്കാതിരിക്കാൻ, പാറക്കല്ലുകൾ വന്ന് തലയിൽ വീഴാതിരിക്കാൻ എഴുന്നേൽപ്പിക്കണം. അതുകൊണ്ടാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി എന്ന് അള്ളാഹു കൽപ്പിച്ചത്. അതുകൊണ്ടാണ് അത് സഹാബത്ത് ശിരസാവഹിച്ചത്. അതുകൊണ്ടാണ് അമ്പിയാക്കൾ അത് ചെയ്തത്. അവർ ഗുണകാംക്ഷയുള്ളവരായിരുന്നു. നമ്മുടെ യഥാർത്ഥ സ്നേഹം ആണ് നമുക്ക് മക്കളോടുള്ളതെങ്കിൽ, പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചെയ്യേണ്ടത്
അവരെ നിസ്കാരത്തിന് വിളിച്ചുണർത്തുക എന്നുള്ളതാണ്. നമ്മളും ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ സമയത്ത് ഉറങ്ങുക എന്നുള്ളത് വളരെ ഗൗരവമാണ് എന്നത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വസിയ്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം. ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇൽനി വ ഔജിസ്, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഉപദേശം നൽകിയാലും ചുരുങ്ങിയ രൂപത്തിൽ. മറ്റൊരു റിവായത്തിൽ കാണാം അല്ലിംനി വ ഔജിസ്, എനിക്ക് പഠിപ്പിച്ചു തന്നാലും ചുരുങ്ങിയ രൂപത്തിൽ, ചെറിയ വാക്കേ വേണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, നിസ്കാരത്തിന് വേണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ വിടവാങ്ങുന്ന ഒരാൾ നിസ്കരിക്കുന്നത് പോലെ നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും നിസ്കരിക്കാം? നമ്മളോട് ഒരാൾ പറയാണ്, ഇന്നത്തെ മഗ്രിബ് നിസ്കാരം നിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്നുറപ്പിച്ച് നമുക്ക് വിവരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നിസ്കരിക്കും? ജീവിതത്തിൽ ഇതുപോലെ ഇഖ്ലാസോടെ ഭംഗിയോടെ നമ്മൾ നിസ്കരിക്കൂല. അത്ര നല്ല രൂപത്തിൽ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ നിസ്കാരവും ഇതേപോലെയാണ് നിസ്കരിക്കേണ്ടത്. എല്ലാ നിസ്കാരവും ഇതേപോലെ നിസ്കരിക്കണം. കാരണം എന്താ? അടുത്ത വക്തിലേക്ക് എത്തുമോ എന്ന് സഹോദരങ്ങളെ നമുക്കറിയില്ല. അതുകൊണ്ട് സുബഹ് നിസ്കരിച്ചു, ദുഹറിലേക്ക് എത്താതെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്. അസ്ർ നിസ്കരിച്ചു, ദുഹർ നിസ്കരിച്ചു, അസ്റിലേക്ക് എത്താതെ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്. അസ്ർ നിസ്കരിച്ചു, മഗ്രിബിലേക്ക് എത്താത്ത എത്ര ആളുകളുണ്ട്. മഗ്രിബ് നിസ്കരിച്ചു, ഇശായിലേക്ക് എത്താത്ത എത്ര ആളുകളുണ്ട്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിലേക്ക് എത്തുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വല്ലി സ്വലാത മുവദ്ദിഇൻ, അവസാനത്തെ നിസ്കാരം എന്ന പോലെ, വിടവാങ്ങുന്ന ഒരാൾ നിസ്കരിക്കുന്നത് പോലെ നീ നിസ്കരിക്കുക. ഒന്നാമത്തെ ഉപദേശം അതാണ്. വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ. രണ്ടാമത്തെ ഉപദേശം എന്താണ്? ഹദീസ് മുഴുവൻ വായിക്കാം, ഗുണപാഠമുള്ള ഹദീസാണ്. രണ്ടാമത്തെ ഉപദേശം എന്നത്, നാളെ അടുത്ത സമയം ഒഴികഴിവ് പറയുന്ന രൂപത്തിൽ, ക്ഷമ ചോദിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരം നീ സംസാരിക്കാതിരിക്കുക. വായിൽ വരുന്നൊക്കെ വേദവാക്കായിട്ട് പാടുക, പറയുക, എന്നിട്ട് കുറച്ച് മിനിറ്റ് പറ്റിപ്പോയി എന്ന് പറയാതിരിക്കാൻ നീ ശ്രമിക്കുക. മൂന്നാമത്തെ എന്താണ്? വാജിമിഇൽ യഅ്സ മിമ്മാ ഫീ യദിന്നാസ്, ജനങ്ങളുടെ കൈകളിലുള്ള കാര്യത്തെ തൊട്ട് നീ നിരാശരാവുക. ആൾക്കാരുടെ കയ്യിൽ പലതുണ്ടാവും, അതൊക്കെ കണ്ടിട്ട് എനിക്കും അതുപോലെ വേണം എന്ന് ചിന്തിച്ച് ബേജാറായി നടക്കല്ല, മറിച്ച് അവരുടെ കൈകളിലുള്ളതിൽ നിന്ന് നിരാശനാവുക. 3 ഉപദേശങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. അതിലാദ്യത്തെ ഉപദേശമാണ് സഹോദരങ്ങളെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. ഏതാണത്? നിസ്കാരം, അവസാനത്തെ നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നീ നിസ്കരിക്കുക. എങ്കിൽ ഏറ്റവും നന്നായി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് വക്ത്, നിസ്കാരത്തിൻ്റെ സമയം പാഴാക്കി കളഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. നിസ്കാരത്തിൻ്റെ സമയം തെറ്റിച്ച് സമയം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബാധ്യത അവിടെ ബാക്കിയുണ്ട്. അത് നിസ്കരിക്കുന്നതിന് മുന്നേ മരിച്ചുപോയാലോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയായിരിക്കും? നിർബന്ധ ബാധ്യത നിറവേറ്റാത്ത ഒരാളായിട്ടായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇനിയോ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്കാരവുമായി സൂചിപ്പിക്കാനുള്ളത്. വുജൂബു സ്വലാത്തിൽ ജമാഅ, നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ്. വഅഖീമുസ് സ്വലാത വആതുസ് സകാത വർകഉ മഅർ റാകിഈൻ. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം.
നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ റുകൂഅ് ചെയ്യുക, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക. ജമാഅത്ത് നിർബന്ധമാണ് എന്നതിനുള്ള തെളിവാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഖലു സ്വലാത്തിൻ അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരമാണ് ഇശാ നിസ്കാരവും ഫജ്ർ നിസ്കാരവും. സുബ്ഹാനല്ലാഹ്, ഇത് രണ്ടും സഹോദരങ്ങളെ നേരത്തെ അസറിനെ കൊണ്ട് പറഞ്ഞതുപോലെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ഇശാ അതുപോലെ ഫജ്ർ. വെറുതെ നിസ്കരിക്കാന്നല്ല പറഞ്ഞത്, ജമാഅത്തിനെത്താത്ത കാര്യമാണ് ഈ പറഞ്ഞത്. ഫജ്റും ഇശാവും വീട്ടിൽ നിസ്കരിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. പിന്നെയോ ജമാഅത്തിന് എത്താൻ മുനാഫിഖുകൾക്ക് ഭാരമായിരിക്കുമെന്നാണ്. ലൗ വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബുവൻ. ആ രണ്ട് നിസ്കാരങ്ങളുടെയും ശ്രേഷ്ഠതയെങ്ങാനും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടില് എഴഞ്ഞുകൊണ്ടെങ്കിലും അവർ പള്ളിയിലെത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമുക്ക് മുട്ടിലെഴയണോ? മുട്ടിലെഴയണോ? തണുത്ത കാറ്റും കൊണ്ട്, വാഹന സൗകര്യമുണ്ട്, അൽഹംദുലില്ലാ, AC ഇട്ടിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നോ? പഴയ കാലത്ത് അങ്ങനെയായിരുന്നോ? നടന്നിട്ടാണ് പല ആളുകളും പള്ളിയിലേക്ക് പോയിരുന്നത്. നേരത്തെ ഇറങ്ങണം, വലിച്ചു നടക്കണം. ഇന്ന് അൽഹംദുലില്ലാ എല്ലാവർക്കും വാഹനങ്ങളുണ്ട്, വാഹന സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും നമ്മൾ പള്ളിയിലെത്താറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കുക. കൃത്യമായി മസ്ജിദിൽ എത്താറുണ്ടോ? ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിൻ്റെ ശ്രേഷ്ഠതയെങ്ങാനും അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലെഴഞ്ഞുകൊണ്ട് വരും. തീർന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ ثم آمر رجلا فيصلي بالناس ثم أنطلق معي برجال معهم حزم من حطب إلى قوم لا يشهدون الصلاة فأحرق عليهم بيوتهم بالنار. അവിടുന്ന് പറയുകയാണ്, ഇവിടെ പള്ളിയിൽ നിസ്കാരത്തിന് ഒരാളെ ഏൽപ്പിക്കുക, ജമാഅത്തിന് ഇമാമ നിൽക്കാൻ ഒരാളെ ഏൽപ്പിക്കുക. എന്നിട്ട് ഞാനും കുറച്ചാളുകളും കുറച്ച് വിറക് കെട്ടുമായി പോവുക. എവിടേക്ക്? മസ്ജിദിന് നിസ്കരിക്കാൻ വരാത്ത ആളുകളെ അവരുടെ വീട്ടിലിട്ട് കത്തിച്ച് കളയാൻ എന്ന് ഞാൻ വിചാരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ആരാണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജമാഅത്തിനെത്താത്ത, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന, കാരണമില്ലാതെ ഒരാൾ നിസ്കരിക്കുന്ന, ഇതുപോലെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത്തരം ആളുകളെ അവരുടെ വീടുകളിലിട്ട് കരിച്ചാലോ കത്തിച്ച് കളഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നാണ്. സഹോദരങ്ങളെ, ജമാഅത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഹദീസുകളിൽ കാണാം, കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധനായ ഒരു സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട്, വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ നബിയെ? കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയില്ല, മദീനയിൽ നടന്നു വരാൻ പ്രയാസമുണ്ട്, ഇഴജന്തുക്കളും അതുപോലെയുള്ള ഉപദ്രവകാരികളായ മൃഗങ്ങളും ഒക്കെ ഉണ്ട്, വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ നബിയെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോൾ അവിടുന്ന് തിരിച്ച് വീണ്ടും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാത്തി? നിസ്കാരത്തിന് വേണ്ടിയുള്ള വിളി അഥവാ ബാങ്ക് താങ്കൾ കേൾക്കുമോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ കേൾക്കും. ഫഅജിബു, എങ്കിൽ താങ്കൾ ഉത്തരം നൽകുക, എങ്കിൽ ജമാഅത്തിന് പള്ളിയിലെത്തുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കാഴ്ചയില്ലാത്ത സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിസ്കാരത്തിന് പള്ളിയിലെത്തണം. കാരുണ്യമുള്ള, കരുണയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിസ്കാരത്തിന് പള്ളിയിലെത്തണം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ്. നമുക്കിന്ന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, നടക്കാൻ സൗകര്യമുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ നമ്മിൽ എത്ര പേർ കൃത്യമായി ജമാഅത്തിനെത്തുന്നു? എത്താത്ത എത്ര പേരുണ്ട്? എത്ര ആളുകളുണ്ട്?
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യം. നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ മസ്ജിദിലെത്താത്ത ആളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ നിദാഅ ഫലം യഅതിഹി ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്ർ. ഒരു കാരണവുമില്ലാതെ ബാങ്ക് കേട്ടിട്ടും നിസ്കരിക്കാൻ പള്ളിയിലെത്താത്ത ആൾക്ക് നിസ്കാരമില്ല. വീട്ടിൽ നിസ്കരിച്ചിട്ടും കാര്യമില്ലെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. നിസ്കാരം ശരിയാകും, പക്ഷേ ഗൗരവം അറിയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. നിസ്കാരം ശരിയാകും, പക്ഷേ കുറ്റക്കാരനാണ്. ബാങ്ക് കേൾക്കുന്ന പരിധിയാണോ, പ്രത്യേകിച്ച് ശർഈയായ കാരണങ്ങളൊന്നുമില്ലേ, അഥവാ രോഗം, നടക്കാൻ പ്രയാസം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാതെ സഹോദരങ്ങളെ ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ എത്തിയിട്ടില്ലെങ്കിൽ നിസ്കാരമില്ല എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് 100 വയസ്സുള്ള ഒരാൾ പള്ളിയിലേക്ക് വരാത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടുവരാൻ ആരുമില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ആളാക്കി തരാം, പള്ളിയിലെത്തണം. എത്ര വയസ്സ്? 100 വയസ്സ്. ഇന്ന് സഹോദരങ്ങളെ നല്ല ചോരത്തിളപ്പുള്ള എത്ര യുവാക്കൾ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ കയറാതെ തിരിഞ്ഞടക്കുന്ന എത്ര ആളുകളുണ്ട്. ബാങ്ക് കേൾക്കും, എന്നാലും എന്തെങ്കിലും തിരക്കിലായിരിക്കും. എത്ര സമയമാണ് നമുക്ക് നിസ്കാരത്തിന് വേണ്ടത്? അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞു, നിസ്കാരത്തിന് തങ്ങളുടെ കച്ചവടമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തടസ്സമില്ലാതെ നിസ്കാരത്തിനെത്തുന്ന ആളുകൾ, അഥവാ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി, തങ്ങളുടെ കച്ചവടമോ ക്രയവിക്രയമോ അള്ളാഹുവിനെ ഓർക്കാനും നിസ്കാരത്തിനെത്താനും ഒന്നും തടസ്സമാകാത്ത ചില ആണുങ്ങന്മാർ, ചില പുരുഷന്മാരുണ്ട്. നിസ്കാരത്തിന് പള്ളിയിലെത്തുക എന്നുള്ളതാണ് ആണത്വം എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണും. യഥാർത്ഥ ആണത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാൻ, നിസ്കരിക്കാൻ മറ്റൊന്നും തടസ്സമില്ലാതെ ധൈര്യമായി ധീരതയോടെ പള്ളിയിലെത്താൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. അതാണ് പുരുഷത്വം. സുബ്ഹാനല്ലാഹ്. നമുക്ക് സഹോദരങ്ങളെ, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നിസ്കാരം നമുക്ക് കൺകുളിർമയായിരിക്കണം. ഈ ദർസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, നിസ്കാരം കൺകുളിർമയാവണമെന്ന്. നിസ്കാരം കൺകുളിർമയാവാൻ സഹോദരങ്ങളെ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ നിസ്കാരം നമുക്ക് എങ്ങനെയാണ് കൺകുളിർമയാവുക, എങ്ങനെയാണ് മനോഹരമായി ആത്മാർത്ഥമായി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം എന്നത് റാഹത്ത് കിട്ടിയിരുന്ന കാര്യമാണ്. നമുക്ക് കിട്ടാറുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. അവിടുന്ന് പറയാറുണ്ട്, ജുഇലത് ഖുർറതു ഐനി ബിസ്സലാത്ത്, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് പറയും, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, ബിലാലെ ഇഖാമത്ത് കൊടുക്കൂ, നിസ്കാരം കൊണ്ട് നമ്മൾ സമാധാനിക്കട്ടെ. നമുക്കോ ബാങ്ക് കേൾക്കുമ്പോൾ ഇപ്പോൾ പോകണമല്ലോ, ഇഖാമത്തിൻ്റെ സമയമാവുമോ എന്ന ചിന്തയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായിരുന്നു നിസ്കാരത്തിലേക്ക് എത്താനെന്നാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് അൽ ഇഖ്ലാസ്. ഇഖ്ലാസാണ്. റബ്ബിന് വേണ്ടി മാത്രമാക്കുക. അള്ളാഹുവിന് വേണ്ടിയാണ്, മറ്റൊരാൾക്കും വേണ്ടിയല്ല, ഒരാളെയും കാണിക്കാൻ വേണ്ടിയല്ല, ഒരാളുടെയും അഭിപ്രായം കിട്ടാൻ വേണ്ടിയല്ല. പള്ളി പ്രസിഡൻ്റാണ്, പള്ളിയിലെത്തിയില്ലെങ്കിൽ മോശമല്ലേ, അല്ലെങ്കിൽ നാട്ടിലെ പ്രധാനപ്പെട്ട ആളാണ്, പള്ളിയിലെത്തിയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന ചിന്തയല്ല. അതല്ലെങ്കിൽ കുട്ടികൾ ഉമ്മയും വാപ്പയും പറയുന്നില്ലേ, തള്ളി വിടുകയല്ലേ, അപ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇഖ്ലാസോടുകൂടി റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റബ്ബിന് വേണ്ടി, നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി, ആ ഒരു നിഷ്കളങ്കമായ നിയ്യത്ത് നമുക്ക് നിസ്കാരം കൺകുളിർമ സമ്മാനിക്കും. രണ്ടാമത്തെ കാര്യം, സത്യസന്ധത പാലിക്കണം. നിസ്കാരത്തിൽ പരിപൂർണമായ സത്യസന്ധത, അതുപോലെ അതിൻ്റെ
നിസ്കാരത്തോട് കൂറ് പാലിക്കുക. അതിൻ്റെ ഷർത്തും ഫർദും അർക്കാനുകളും സുന്നത്തും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അങ്ങനെ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ നിസ്കാരം നമുക്ക് കൺകുളിർമയായിത്തീരും. മറ്റേത് കൈയിട്ടും അല്ലാഹു അക്ബർ എവിടെ കിട്ടിയാലും കുഴപ്പമില്ല എന്നായിരിക്കും ചർച്ച. എവിടെ കിട്ടിയാലും കുഴപ്പമുണ്ടോ ഇല്ലേ എന്നതല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുമ്പോൾ അല്ലാഹു അക്ബർ ആയിരിക്കണം എൻ്റെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി പിന്നെ നമ്മൾ പറയുന്ന ഓരോ ലഫ്ളുകളും ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അതിൻ്റെ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം കൺകുളിർമയാകും. നിസ്കാരം തീരല്ലേ എന്ന് ആഗ്രഹിച്ചു പോകും. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി പിൻപറ്റാൻ ശ്രമിക്കുക. അവിടുത്തെ സുന്നത്ത് കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അവിടുന്ന് പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ, നിങ്ങൾ അങ്ങനെ നിസ്കരിക്കുക. അവിടുന്ന് നിസ്കരിച്ചതുപോലെ അവിടുന്ന് എങ്ങനെ ആരംഭിച്ചോ എങ്ങനെ അവസാനിപ്പിച്ചോ, അവിടുന്ന് എങ്ങനെ റുക്കൂ ചെയ്തോ എങ്ങനെ സുജൂദ് ചെയ്തോ എല്ലാം നമുക്ക് തോന്നിയ പോലെയല്ല. എങ്ങനെയെങ്കിലും കൈ ഉയർത്തി എവിടെയെങ്കിലും കെട്ടി എങ്ങനെയെങ്കിലും റുക്കൂ ചെയ്ത് ചിലപ്പം പൊന്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ നന്നേ താഴ്ന്നിട്ടുണ്ടാവും. ഇങ്ങനെയല്ല, നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നല്ല രൂപത്തിൽ നിൽക്കുമ്പോൾ രണ്ട് കാല് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അപ്പുറത്തിപ്പുറത്തായിട്ട് ആളായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല, കാലുകൾ അടുപ്പിച്ച് വെച്ച് ചുമലുകൾ ചേർത്ത് അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ അർത്ഥത്തിലും നിസ്കാരത്തിൽ സുന്നത്തുകൾ പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ ആ നിസ്കാരം നമുക്ക് കൺകുളിർമ സമ്മാനിക്കും. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇഹ്സാൻ ഉണ്ടാവുക. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നേരത്തെ പറഞ്ഞില്ലേ, ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നു. നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. നിസ്കാരത്തിലെ ഓരോ വാക്ക് പറയുമ്പോഴും അള്ളാഹു മുന്നിലുള്ളതുപോലെ അള്ളാഹുവിനോട് നേരിട്ട്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ മനോഹരമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യം അഊദു ബിസ്മിയും ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അർ-റഹ്മാനിർ റഹീം, അവൻ റഹ്മാനും റഹീമുമാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, സൃഷ്ടികൾക്ക് മുഅ്മിനീങ്ങൾക്ക് കരുണ ചെയ്യുന്നവനാണ്. മാലികി യൗമിദ്ദീൻ, അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നേടുന്നു. അതുവരെ പറഞ്ഞ ആയത്തും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? അതുവരെ നമ്മൾ എന്താണ് പറഞ്ഞത്? അള്ളാഹു അവൻ 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 സർവ്വലോകങ്ങളുടെയും റബ്ബാണ്, അവൻ റഹ്മാനും റഹീമുമാണ്, അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനാണ്. ഇയ്യാക നഅ്ബുദു പറയുമ്പോൾ ഒരു വാക്ക് വ്യത്യാസമുണ്ട്. എന്താണ്? നിന്നെ എന്ന് പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ നിന്നെ എന്ന് പറയാം? അടുത്തുള്ള ആളോടാണ് നിന്നെ എന്ന് പറയാം. നേരിട്ട് സംസാരിക്കുമ്പോഴാണ് നീ എന്ന് അഭിസംബോധന ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? അയാൾ, അവൻ എന്നൊക്കെയാണ് പറയുക. അതുവരെ അവൻ 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 എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന ഇസ്ലാമിൻ്റെ അടിത്തറ അത് പറയുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത് എന്താ? നിന്നെ മാത്രം. അള്ളാഹുവെ നിന്നെ. പണ്ഡിതന്മാർ പറഞ്ഞു, അതുവരെ ഒരടിമ അവൻ അവൻ എന്ന് അള്ളാഹുവിനെ അടുത്തില്ലാത്ത ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് പോലെ സംസാരിച്ചു. അവിടെ എത്തുമ്പോൾ അള്ളാഹുവെ നീ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി അടുക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു ഗുണപാഠം കൂടിയുണ്ട്. എന്താണ്? ഓരോ ആയത്ത് പറയുമ്പോഴും അള്ളാഹു മറുപടി പറയും. ഓരോ ആയത്ത് പറയുമ്പോഴും അള്ളാഹു മറുപടി പറയും. നിസ്കാരത്തിൽ ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വവൽക്കരിച്ചിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി,
ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ടാകും. പിന്നെ ചോദിക്കുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണേ. ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗം. അതേതാണ്? നബിമാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, കോപിക്കപ്പെട്ട യഹൂദികളുടെ മാർഗത്തിലല്ല, അതുപോലെ വഴിപിഴച്ചു പോയ നസാറാക്കളുടെ മാർഗത്തിലുമല്ല. നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെയാണ് പിന്നെ ചോദിക്കുന്നത്. അള്ളാഹുവിനെ നേരിട്ട് കാണുന്നു എന്ന രൂപത്തിൽ നിസ്കരിക്കാൻ സാധിച്ചാൽ, അതല്ലെങ്കിൽ അള്ളാഹു എന്നെ കാണുന്നു എന്ന ഭയത്തോടെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം നമുക്ക് കൺകുളിർമ നൽകും. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, നിസ്കരിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകണമല്ലോ എന്ന വേവലാതിയല്ല നമുക്കുണ്ടാണ്ടത്. പിന്നെയോ സഹാബികൾ പറഞ്ഞതുപോലെ വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, അള്ളാഹു ഇല്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്ന് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാനോ സദഖ കൊടുക്കാനോ സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വന്ന് നിൽക്കുന്ന നമ്മെ വല്ല കുരിശിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുന്നിൽ കൊണ്ട് നിർത്താൻ കഴിവുള്ളവനായിരുന്നു അള്ളാഹു. പക്ഷെ അള്ളാഹു ചെയ്തെന്താ? മസ്ജിദിൽ അള്ളാഹു നമ്മെ കൊണ്ടിരുത്തി. അള്ളാഹുവിൻ്റെ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരാക്കി അള്ളാഹു. അത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അതോർമ്മിച്ചാൽ സഹോദരങ്ങളെ, നിസ്കാരം നമുക്ക് കൺകുളിർമയായി തീരും. എന്തൊരു മനോഹരമായ അവസ്ഥയാണത്. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല. ലോകത്ത് ഒരുപാട് ബിംബങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, അതിൻ്റെ മുന്നിൽ കുമ്പിടുന്നവരുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനെ വലിച്ചെറിയും, പുതിയതിനെ പ്രതിഷ്ഠിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, വേറെ കൊണ്ടേക്കും. ഒരു മുഅ്മിൻ 100 കൊല്ലമല്ല 1000 കൊല്ലം ജീവിച്ചാലും അള്ളാഹുവിനെ കാണുന്നില്ല. അവന് സുജൂദ് ചെയ്യുന്നു, റുകൂഅ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, റബ്ബിനെ കാണുന്നില്ല. അള്ളാഹുവിനെ ഞാൻ കാണുന്നു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അള്ളാഹു എന്നെ കാണുന്നു എന്ന രൂപത്തിൽ ഒരു മുഅ്മിൻ ദുനിയാവിലെ ഇബാദത്ത് ചെയ്യാൻ മനോഹരമായ അവസ്ഥയാണത്. അത് നിസ്കാരത്തിൽ നമുക്ക് കിട്ടിയാൽ സഹോദരങ്ങളെ, നിസ്കാരം എനിക്കും നിങ്ങൾക്കും കൺകുളിർമയാകും. ആറാമത്തെ കാര്യം ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത്തഖ്സീർ. ഇതൊക്കെ ചെയ്താലും എത്ര കണ്ട് ചെയ്താലും ഞാനും നിങ്ങളും കുറവുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിച്ച് അവൻ നമുക്ക് പരിപൂർണമായ പ്രതിഫലം നൽകണം. നമ്മുടെ മേന്മ കൊണ്ടൊന്നുമല്ല നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുക, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മൾ എത്ര കണ്ട് ചെയ്താലും സഹോദരങ്ങളെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? രാത്രി അവിടെ നിന്ന് നിസ്കരിച്ച് കാല് പൊട്ടി ഒലിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്? ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമ ആവണ്ടേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നന്ദിയുള്ള ഏതടിമയാണ് സഹോദരങ്ങളെ ലോകത്തുള്ളത്? ഇനി വരാനുണ്ടോ? ഇല്ല. അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അവിടത്തേക്ക് കുറവുണ്ട് എന്ന് ഒരു കുറവുമില്ല, പക്ഷെ കുറവുണ്ട് എന്ന് പറഞ്ഞ ആളായിരുന്നു. നമ്മളോ? ഈ കുറവ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നിസ്കാരം കൺകുളിർമയാകും. നിസ്കാരം മനോഹരമായി നിസ്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 6 കാര്യങ്ങളും സഹോദരങ്ങളെ ഇത്രയും പറഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരത്തിൻ്റെ കാര്യം അത് വളരെ മനോഹരമാണ്. ധാരാളമുണ്ട്. ഇനിയും ഒരുപാട് പറഞ്ഞാൽ തീരാത്ത രൂപത്തിൽ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പറയാൻ ഒരുപാടുണ്ട്. ഈ പറഞ്ഞത് തന്നെ എനിക്കും നിങ്ങൾക്കും ധാരാളമാണ്. ജീവിതം നന്നാക്കാൻ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും മരണം വരെ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ ഇസ്ലാമിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തആലയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.